ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഒരു പുത്തൻ സ്റ്റോറിയാണ്. അപ്പം നമ്മൾക്ക് തുടങ്ങാം. അപ്പോൾ നീ എന്നെ നോക്കാറില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അയ്യോ ഏട്ടത്തി, ഇല്ല. അജുക്കുട്ട, വെറുതെ നുണ പറയില്ലേ. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ നോട്ടം എങ്ങനെയാണ്, എങ്ങോട്ടേക്കാ, ഇതൊക്കെ നന്നായിട്ടറിയാം കേട്ടോ. നെറ്റിയിലെ ചന്ദനവും മൂക്കിലെ പൊടിയുന്ന ചെറുവിയർപ്പും കൊണ്ട് ഭംഗിയായി കസവ് സാരിയും ഉടുത്ത് എൻ്റെ പിറകെ ആയിരുന്നു ഏട്ടത്തി ഇളം വെയിലത്ത് പാടവരമ്പത്തൂടെ നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിലുള്ള മോഹത്തെ തിരിച്ചറിഞ്ഞ ഏട്ടത്തിയെ ഒന്നൂടെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ പ്രണയാർദ്രമായി വിടർന്നു. ആകാംക്ഷ കൊണ്ട് ഹൃദയമിടിപ്പും വേഗത്തിലായ പോലെ ഏട്ടത്തി, എൻ്റെ മനസ്സിലെ ഏറ്റവും മനോഹരമായ സ്ത്രീരൂപമെന്ന് പറയുന്നതിലും ഒരു ദേവീരൂപമെന്ന് പറയുന്നതാവും നല്ലത്. ഇത്രയും ചൈതന്യം തുളുമ്പുന്ന മുഖം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കരിമഷി എഴുതിയ കണ്ണുകളും വെളുത്ത ചെമ്പൻ ചെറു രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന കവിൾത്തടങ്ങളും സദാസമയം നനവുള്ള തടിച്ചു മലർന്ന ചുണ്ടുകളും നീണ്ടു മെലിഞ്ഞ മൂക്കും എല്ലാം ആ മുഖത്ത് സൗന്ദര്യത്തിൻ്റെ പര്യായം എന്ന പോലെ തോന്നിക്കുന്നതായിരുന്നു. ശരിക്കും പേരറിയാത്ത ഒരു അപ്സരസ് അവതാര പിറവിയെടുത്ത് വന്നതുപോലെ. വെയിലെന്ന് പറയുമ്പോൾ കാലത്ത് 8 മണി ആയിട്ടുള്ളൂ. പക്ഷേ നല്ലോണം വിയർക്കുന്നുണ്ട്. ഇന്നെൻ്റെ 24 വയസ്സ് പൂർത്തിയാകുന്ന ദിവസമാണ്. അതിനാൽ അമ്പലത്തിലേക്ക് കാലിൽ ചെരുപ്പുമില്ലാതെ പോയി വരികയാണ് ഞങ്ങൾ. കല്യാണ പാർവതിയുടെ മുന്നിൽ നിന്നും എന്തിനെന്നറിയാതെ തൊഴുതിറങ്ങിയപ്പോൾ ഏട്ടത്തിയെ തന്നെ ഭ്രമിച്ചു നോക്കിയ നിമിഷം എന്നെ കൈയോടെ പൊക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏട്ടത്തിയുടെ ഊഹം ശരിയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ സമ്മതിച്ചു കൊടുക്കാൻ എന്തോ. പക്ഷേ ഉള്ളിൽ നല്ല പേടിയുണ്ട്. കൊച്ചിയിലെ നാടകക്കളരിയിൽ നിന്ന് ഒറ്റപ്പാലത്തെ തറവാട്ടിൽ ഉത്സവത്തിന് വന്നിട്ടിപ്പോൾ 10 ദിവസമായില്ല. പക്ഷേ ഇത്തവണ ഞാൻ വെറും കൈയോടെയുമല്ല വന്നത്. ചില തീരുമാനങ്ങൾ മനസ്സിലെടുത്തതിന് ശേഷമാണ് താനും. അജു, ഞാൻ തിരിഞ്ഞൊന്ന് നോക്കിയതും എൻ്റെ കാലൊന്നിടറിയതും ഒന്നിച്ചായിരുന്നു. ഇടം കാല് തെന്നി നേരെ ചെളിയിലേക്ക് ഞാനൊന്ന് വീഴാൻ ചെരിഞ്ഞതും എൻ്റെ ഏട്ടത്തി എൻ്റെ വലം കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ചു. വീണോ? ഏട്ടത്തി കുഞ്ഞു കുട്ടികളുടെ മുഖഭാവത്തോടെ എന്നോട് ചോദിച്ചപ്പോൾ കണ്ട നാൾ തന്നെ ഞാൻ പ്രേമ പടുകുഴിയിൽ വീണെന്ന് മനസ്സിൽ പറഞ്ഞു. അച്ചോടാ, കാലിൽ ചെളിയായല്ലോ, വാ തോട്ടിപ്പോയി കഴുകാം. ഏട്ടത്തി എന്നെയും കൈപിടിച്ചുകൊണ്ട് തോട്ടുവരമ്പത്തൂടെ നടന്ന് ഇനിയും കുറച്ചുകൂടെയുണ്ട് വീടെത്താൻ. ഈ തോടിന് കുറുകെയാണ് വീട്. ഏട്ടന് സർക്കാർ ആഫീസിലായിരുന്നു പണി. ഏട്ടൻ മരിച്ചിട്ട് 11 വർഷമായി. എന്നെ നോക്കാൻ വേണ്ടിയായിരുന്നു ഏട്ടൻ വിവാഹം കഴിച്ചത്. എനിക്കും ഏട്ടനും അമ്മയും അച്ഛനും ഇല്ലായിരുന്നു. ഞാൻ ജനിച്ചധിക സമയമാവും മുന്നേ അമ്മയും, ശേഷം എനിക്ക് 3 വയസ്സിൽ അച്ഛനും. 12 വയസ്സ് മുതൽ എനിക്ക് അമ്മ തന്നെയായിരുന്നു എൻ്റെ ഏട്ടത്തി. ഒരു കുഞ്ഞുണ്ടാവുന്നതിന് മുൻപേ ഏട്ടൻ പോയതുകൊണ്ടുള്ള വിഷമം, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കൊടുക്കാൻ വെച്ചിരുന്ന സ്നേഹം എല്ലാം എന്നോടാണ് അന്നും ഇന്നും കാണിക്കുന്നത്. അതിന് പരിശുദ്ധമായൊരർത്ഥമേ ആ കണ്ണുകളിൽ ഞാൻ ഇന്നോളം കണ്ടിട്ടുമുള്ളൂ. മലയാളം ഡിവിഷൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഏട്ടത്തി. എന്നെക്കുറിച്ച് ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ടറിയാവുന്നയാൾ. പക്ഷേ ഒരു കാര്യം ഒഴിച്ചാൽ എനിക്കൊരു പെൺകുട്ടിയോടൊരടുപ്പമുണ്ട്. കോളേജ് കാലത്ത് അവളാണ് ആദ്യം അത് പറഞ്ഞത്. എന്തിനും ഏതിനും ഏട്ടത്തിയോട് സമ്മതം ചോദിക്കുന്ന ഞാൻ ഇതുമാത്രമെന്തോ ഏട്ടത്തിയോട് ചോദിക്കാൻ നാവ് പൊന്തുന്നില്ല. ഇപ്പോൾ 1 വർഷമായി എൻ്റെ മനസ്സിൽ ഞാൻ ഈ വിങ്ങൽ അനുഭവിക്കുന്നുണ്ട്. ആ കുട്ടിയോട് ഞാൻ എൻ്റെ തീരുമാനം പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി താനും. തറവാട്ടിൽ വന്നിട്ടിപ്പോൾ 1 ആഴ്ചയായി. ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ തിരികെ പോകാൻ. എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും വ്യാകുലതയിലാണ്. തോട്ടിലിപ്പോഴും വെള്ളമുണ്ടല്ലേ? കാല് കഴുകാനുള്ള വെള്ളമൊക്കെ ഉണ്ട് അജുക്കുട്ട. ഞാൻ
ഞാൻ നോക്കി നിൽക്കുമ്പോൾ വാഴയിലെ സുഗന്ധമുള്ള ചന്ദനപ്രസാദം ഏട്ടത്തി വരമ്പിലെ പുല്ലിൽ വെച്ചു. തോട്ടിലെ തെളിഞ്ഞ വെള്ളത്തിൽ ഏട്ടത്തിയുടെ ചെമ്പകപ്പൂ ഇതളുപോലെ സൗമ്യമായ പാദം നനഞ്ഞു. കസവ് സാരി നനയാതെ ഇരിക്കാൻ സാരിയുടെ ഭംഗിയായി ഞൊറിഞ്ഞു മടക്കിയ ഭാഗം ഒരൽപ്പം പൊക്കിയെടുത്ത് ഇടുപ്പിൽ കുത്തിപ്പിടിച്ചു. വാ അജു, ഞാൻ കഴുകിത്തരാം. ഏട്ടത്തിയുടെ കണ്ണിലെ ആർദ്രതയിലേക്ക് ഞാൻ വരമ്പിൽ നിന്ന് നോക്കിക്കൊണ്ട് ചിരിക്കാനായി ശ്രമിച്ചു. എന്താ ചെക്ക എന്നെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നേ? വാടാ. കണങ്കാൽ വരെ മാത്രം വെള്ളം കളം ശബ്ദമുണ്ടാക്കി ഒഴുകുന്ന തണുപ്പുള്ള വെള്ളത്തിൽ ഞാൻ ഓരോ കാലും ഉയർത്തി വെച്ചുകൊണ്ട് ഏട്ടത്തിയുടെ അടുത്തേക്ക് നടന്നു. അടുത്തെത്തിയതും ഏട്ടത്തിയുടെ കൈകൾ രണ്ടും എൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ഏട്ടത്തി എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. മിഴികൾ ചിമ്മാതെ ഞാനും ഏട്ടത്തിയെ തന്നെ നോക്കിയപ്പോൾ ഏട്ടത്തിക്ക് ആ വിടർന്ന തേൻചുണ്ടിൽ ചിരി വരുന്നുണ്ടായിരുന്നു. ഏട്ടത്തിയുടെ ഇടം കാൽപാദം എൻ്റെ വലം കാലിലെ ചെളിയുടെ മീതെ പതിയെ ഉരഞ്ഞപ്പോൾ എനിക്ക് ദേഹമാസകലം കുളിരുകൂരി. ആ നേരത്ത് ചെറിയ തണുപ്പുള്ള ധനുമാസ കുളിർക്കാറ്റും കൂടെ മുഖത്തേക്ക് വീശിയപ്പോൾ മനസ്സിലും പറഞ്ഞറിയിക്കാനാവാത്ത നീഹാരസുഖം പടർന്നു കയറി. ഞാനത് ആസ്വദിച്ചുകൊണ്ട് എൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചപ്പോൾ അഗ്നിസാക്ഷിയായി ഞാൻ എൻ്റെ ഏട്ടത്തിയെ കൈപിടിച്ച് വലം വെക്കുന്നതോർത്തു. എന്താടാ ചെക്ക കണ്ണ് ചിമ്മി നിൽക്കുന്നേ? കണ്ണ് തുറക്ക്. എനിക്കെന്തോ പോലെ ചിരി നിർത്താൻ പറ്റാതെ ഞാൻ വീഴുമെന്നായപ്പോൾ അറിയാതെ ഏട്ടത്തിയുടെ മാംസളമായ ഇടുപ്പിൽ ഞാൻ ഇരു കൈകൊണ്ടും അമർത്തിപ്പിടിച്ചു. അജു, വല്ലാതെ എന്നെ സുഖിപ്പിച്ചുകൊണ്ട് എൻ്റെ പേര് ആദ്യമായി ഏട്ടത്തി മൊഴിഞ്ഞു. അത് വീണ്ടും കേൾക്കാനെന്നോണം ഞാൻ ഏട്ടത്തിയുടെ മടക്ക് വീണ ഇടുപ്പിൽ പതിയെ വിരൽ വിടർത്തിക്കൊണ്ട് അമർത്തിയൊന്നൊഴിഞ്ഞപ്പോൾ ഏട്ടത്തിയും ആനന്ദിച്ച് മൂളുന്നത് ഞാൻ കേട്ടു. ലോകമേ മറന്നുകൊണ്ട് ഏട്ടത്തി എൻ്റെ രസിപ്പിക്കലിൽ എനിക്കായി നിന്നു തരുമ്പോൾ എൻ്റെ തോളിൽ അമർത്തി പിടിക്കുകയും കൂടെ ചെയ്തു. വികാരങ്ങളുടെ സുഖപ്രവാഹം കണ്ണിലൂടെ എനിക്ക് സമ്മാനിക്കുമ്പോൾ ഏട്ടത്തിയുടെ ചുണ്ടുകൾ നുകരുവാൻ പോലും എനിക്ക് തോന്നിപ്പോയി. നുണക്കുഴിയാകെ വിരിഞ്ഞിരിക്കുന്നു. ഏട്ടത്തിയുടെ കണ്ണിലെ ആ ലാസ്യഭാവം മാത്രം മതിയായിരുന്നു. ഏട്ടത്തിക്ക് അത് എത്രമാത്രം ആനന്ദം ആ നിമിഷം എൻ്റെ സ്പർശം പകരുന്നുണ്ടെന്നറിയാൻ. നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അപ്പോഴാണ് ഞാൻ ബോധവാനായത്. ആരെങ്കിലും കണ്ടാലോ? ചുറ്റും കൈതച്ചക്കയുടെ മുള്ളുകളുള്ള ചെടിയാണ്. ആരും ഇപ്പോൾ കാണില്ല. കണ്ണടച്ചുകൊണ്ട് ചുണ്ടി വിടർത്തി നിൽക്കുന്ന ഏട്ടത്തിയെ ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് വലിച്ചുകൊണ്ട് ഏട്ടത്തിയുടെ ഇടുപ്പിൽ നിന്നും കൈ പതിയെ അരിച്ചരിച്ചുകൊണ്ട് അവരുടെ കഴുത്തിലേക്ക് ചെന്നെത്തിച്ചു. ഏട്ടത്തി എൻ്റെ തോളിൽ മുഖം ചേർത്ത് കൊണ്ട് മൊഴിഞ്ഞു. അജു, നമുക്ക് വീട്ടിൽ പോകാം. ആരെങ്കിലും കാണും. ഏട്ടത്തിയെ ഞാൻ മുഖത്തേക്ക് നോക്കിയപ്പോഴും എൻ്റെ നേരെ ഇപ്പോഴും തീക്ഷ്ണമായി നോക്കുന്ന ആ വെള്ളാരം കണ്ണുകൾ പതിച്ച തേജസ്സുള്ള മുഖം എന്നെ നോക്കാതെ താഴ്ന്നുകൊണ്ട് സൂര്യൻ്റെ വെളിച്ചത്തിൽ തിളങ്ങുന്ന വെള്ളത്തിലേക്ക് നോക്കി അങ്ങനെ നിന്നു. ഏട്ടത്തിയുടെ ഇടം കൈ പിടിച്ചുകൊണ്ട് ഞാൻ മുന്നിൽ നടന്നപ്പോൾ ഏട്ടത്തി ഒന്നും മിണ്ടാതെ എൻ്റെ പിറകെ നടന്നു. പുല്ല് നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ നടന്ന് തോട് കഴിഞ്ഞ് പാലവും കടന്ന് വീട്ടുമുറ്റത്തെത്തിയതും ഏട്ടത്തിയുടെ മുത്തശ്ശി മുറ്റത്തുണ്ടായിരുന്നു. മുത്തശ്ശി, ഞാൻ നീട്ടി വിളിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്കിരുന്നു. മുത്തശ്ശി വെറ്റില മുറുക്കാനുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് ഞാൻ എന്നെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തുകൊണ്ട് തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. മുത്തശ്ശി എന്താണ് പറയാൻ പോകുന്നതെന്ന ഭാവത്തിൽ ഞാൻ മുത്തശ്ശിയെ ചേർന്നിരുന്നു. ഏട്ടത്തി തൻ്റെ മുത്തശ്ശിയെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തിട്ട് ഉമ്മറപ്പടിയിലുണ്ടായിരുന്ന പത്രവും കയ്യിലെടുത്ത് ഹാളിലേക്ക് നടന്നു. ഹാളിലെ കറുത്ത വട്ടമേശയിൽ അത് വെച്ചിട്ട് അടുക്കളയിലേക്ക് ചെന്നു. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ പൊന്നു? ഇല്ല മുത്തശ്ശി. എത്ര വേഗമാണ് എൻ്റെ കുട്ടി വലുതായത്. എൻ്റെ ശിവനെ പോലെ തന്നെയുണ്ട്.
മുത്തശ്ശി കണ്ണീരിൻ്റെ നനവോട് പറഞ്ഞുകൊണ്ട് എൻ്റെ കവിളിലൊന്ന് തലോടി. കഴിഞ്ഞ തവണ ഞാൻ ഷേവ് ചെയ്യാതെ കുറ്റിത്താടി വെച്ചപ്പോൾ എനിക്കും തോന്നിയിരുന്നു ഏട്ടൻ്റെ ഛായ എനിക്കുമുണ്ടെന്ന്. കുട്ടിക്ക് വിശക്കുന്നുണ്ടാകുമല്ലേ, അകത്ത് ചെന്ന് കഴിക്ക്. ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് നിന്നും എണീറ്റു. മുണ്ടും മടക്കി അകത്തേക്ക് നടന്നു. ഹാളിലെ ശിവേട്ടൻ്റെ ഫോട്ടോ നോക്കിയപ്പോൾ എനിക്ക് കണ്ണാടിയിൽ നോക്കുന്ന പ്രതീതിയായിരുന്നു. അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ നിർമ്മലമേമയെ കാണാനില്ല. അവരാണ് അടുക്കള ഭരണവും പുറംപണിയുമെല്ലാം. ഏടത്തിയുടെ അകന്ന ബന്ധത്തിലുള്ളതാണ്. ആർക്കും എന്നെ ജീവനാണ്. അടുക്കളയുടെ അറ്റത്തുള്ള വിറകടുപ്പിൽ ഏട്ടത്തി തനിച്ച് നിന്നുകൊണ്ട് അപ്പക്കല്ലിൽ മാവൊഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അടുക്കളയുടെ സ്ലാബിൽ ഏട്ടത്തിയെ നോക്കിക്കൊണ്ട് എന്ന് മാത്രം മൂളി. ഏട്ടത്തി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് എൻ്റെ മൂക്കിൽ ഇരുവിരൽ പിടിച്ചൊന്നമർത്തി. അജു, കൊച്ചിയിൽ നിൻ്റെ നാടകം കാണുന്ന പെൺകുട്ടികളൊക്കെ നല്ല നല്ല നോട്ടമായിരിക്കുമല്ലേ? എന്താ ഏട്ടത്തി ഇപ്പോൾ ഇങ്ങനെ പറയാൻ? ഞാൻ ശ്വാസം വിടാതെ ചോദിച്ചു. ഏട്ടത്തി എപ്പോഴും എന്നോട് ചോദിക്കുന്ന കുസൃതി ചോദ്യങ്ങൾ പോലെ ആയിരുന്നില്ല. ഏട്ടത്തിയുടെ മുഖത്തൊരു നീരസം മിന്നിമറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അത് നോട്ടമൊക്കെ ഉണ്ടാകും ഏട്ടത്തി, പക്ഷേ എനിക്ക് അവരോടൊന്നും ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. ഞാനൊരു കള്ളം തട്ടിവിട്ടു. അപ്പോൾ ശ്രാവന്തി? ഏട്ടത്തി ദോശ മറിച്ചിടുന്നതിനിടയിൽ എന്നോട് പതിയെ ചോദിച്ചു. ഏട്ടത്തി? എൻ്റെ കൈകൾ വിറയ്ക്കാൻ ആരംഭിച്ചു. മൂക്കിലൂടെ വിയർപ്പൊഴുകുന്നത് പോലെ എനിക്ക് തോന്നലുണ്ടായി. അവൾ എനിക്കിഷ്ടമൊന്നുമില്ല, പക്ഷേ അവൾ എന്നോട് കല്യാണം കഴിക്കാമോ എന്ന് 3-4 വട്ടം ചോദിച്ചിരുന്നു. ഇന്ന് നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ട ആ കുട്ടിയാണോ? അതെ. നീ എന്തേ എനിക്ക് പരിചയപ്പെടുത്തി തരാത്തത്? ഞാൻ പോവാ. ശരി ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും നീ എൻ്റെ അല്ലേ? എന്നോട് നീ ഇതുവരെ ഒന്നും ഒളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാജു. എനിക്ക് വേറെ ഒരാളെയാണ് ഇഷ്ടം, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാൻ അതും പറഞ്ഞിട്ട് വേഗം ഏട്ടത്തിയുടെ കൈപ്പിടി എൻ്റെ ദേഹത്ത് നിന്നും മാറ്റിയിട്ട് ഓടിയതും അകത്തളത്തിൽ ഇരുട്ടിൽ വെച്ച് നിർമ്മല മേമയുടെ ദേഹത്ത് തന്നെ കൃത്യം ഞാൻ ഇടിച്ചു നിന്നു. എങ്ങോട്ടേക്കാ അജു? ചിരിച്ചുകൊണ്ട് മേമ ചോദിച്ചപ്പോൾ ഞാനൊന്നും മറുപടി പറയാതെ ഹാളിൽ പത്രമെടുത്ത് വായിക്കുവാൻ തുടങ്ങി. യാമിനി ചേച്ചി, ദോശ ഞാൻ ചുട്ടത് കാസറോളിലുണ്ടല്ലോ. അജുവിന് ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം ചേച്ചി, അല്ലെങ്കിൽ അവൻ ശരിക്കും കഴിക്കില്ല. ഏട്ടത്തി ദോശയും എടുത്തുകൊണ്ട് ടേബിളിൽ വന്നിരുന്നു. എന്നെ വിളിക്കാതെ എൻ്റെ പിറകിൽ നിന്നിട്ട് പത്രത്തിലൊന്ന് നോക്കിയ ശേഷം എൻ്റെ ചെവിയിൽ പതിയെ തൊട്ടുകൊണ്ട് പറഞ്ഞു, ചിക്ക വിശക്കുന്നില്ലേ, കഴിക്കണ്ടേ? ഏട്ടത്തി എൻ്റെ കക്ഷത്തിൽ കൂടെ പിടിച്ച് പൊക്കിയിട്ട് നടത്തിച്ചു. ടേബിളിൽ ഏട്ടത്തിയുടെ ഒപ്പം ഞാനിരുന്നു. ചൂട് ദോശ എൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി ഞാൻ കഴിക്കാൻ തുടങ്ങി. ഏട്ടത്തി താടിയിൽ കയ്യും കൊടുത്തുകൊണ്ട് എന്നെ തന്നെ നോക്കിയിരുന്നു. യാമിനി, പായസം ആദ്യം കൊടുക്ക്. അടുക്കളയിൽ നിന്നും നിർമ്മലമേമ പറഞ്ഞപ്പോൾ ഏട്ടത്തി എനിക്ക് പിറന്നാൾ പായസം തരാൻ മറന്നുപോയി എന്ന കാര്യം ഓർത്തത്. ഇച്ചിരി മതി. ഏട്ടത്തിയുടെ കടക്കലിൽ തുടിക്കുന്ന മോഹങ്ങൾ ഞാൻ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ എന്തോ ബുദ്ധിമുട്ട് തോന്നി. എൻ്റെ പ്ലേറ്റിലേക്ക് 3 തവി വിളമ്പിക്കൊണ്ട് ഏട്ടത്തി കൊഞ്ചി പറഞ്ഞു, കഴിക്കണ്ടേ അജു. ഞാനും ആ തേജസ്സുള്ള ചിരി ആസ്വദിച്ചുകൊണ്ട് പാൽപ്പായസം കഴിക്കാൻ ആരംഭിച്ചു. ഏടത്തി മുഖത്തൊരു കണ്ണടയും വെച്ചുകൊണ്ട് സ്റ്റഡി ടേബിളിലിരുന്ന് എക്സാമിൻ്റെ ആൻസർ പേപ്പർ നോക്കുകയായിരുന്നു. മുടി പിന്നിലേക്ക് വിരിച്ചിട്ടിരിക്കുകയാണ്. കിരികിരിപ്പുള്ള ഫാനിൻ്റെ കാറ്റേറ്റുകൊണ്ട് മുടിയിഴകൾ ആടിക്കളിക്കുന്നുണ്ട്. സൈഡിൽ നിന്നും കാണുമ്പോൾ ഒരു സാധാരണ റോസ് നിറമുള്ള സാരിയാണ് ഉടുത്തിരുന്നത്.
രാവിലെ പ്രാതലിന് ശേഷം ഞാനൊന്ന് പുറത്തു പോയിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറിയതേയുള്ളൂ. സമയം 12 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഏട്ടത്തിയുടെ നേരെ ബെഡിൽ ചരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു, ഇനിയും കഴിഞ്ഞില്ലേ ഏട്ടത്തി? കുറച്ചുകൂടെ ഉള്ളൂ. നീ എവിടെ പോയതാണ്? ഞാൻ ശ്രാവന്തിയെ കാണാൻ. പെട്ടെന്ന് ഏടത്തിയുടെ മുഖഭാവം മാറി. എന്തേ? എൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന ഏടത്തിയോട് ഞാൻ വീണ്ടും ചോദിച്ചു. ഏടത്തിയുടെ തൊണ്ടയിൽ എന്തോ കുലുങ്ങിയ പോലെ എനിക്ക് തോന്നി. പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാക്കുകൾ കിട്ടാത്ത അവസ്ഥ. ഞാൻ കൂടുതൽ എൻ്റെ പൊന്നുമോളെ വിഷമിപ്പിക്കാതെ പറഞ്ഞു, ഇഷ്ടമല്ല എന്ന് പറയാൻ പോയതാണ്, പേടിക്കണ്ട. ഏട്ടത്തി അന്നേരം നോക്കിക്കൊണ്ടിരുന്ന ആൻസർ ഷീറ്റിലെ ചോദ്യത്തിന് ഫുൾ മാർക്കിട്ടു. ഭാഗ്യവാൻ. അവൾ ചോദിച്ചില്ലേ, അപ്പോൾ നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോയെന്ന്? ചോദിച്ചു, പക്ഷേ ഞാൻ പറഞ്ഞില്ല. എന്നോട് പറയില്ലേ നീ? രാത്രി പറഞ്ഞാൽ പോരെ? ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. പ്ലീസ് ഏടത്തി. ശരിയടാ. ഉച്ചയ്ക്ക് ഊണിന് ശേഷം ഞാൻ എൻ്റെ മുറിയിൽ തന്നെ ഷർട്ടിടാതെ മുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് കിടക്കുമ്പോൾ ഏടത്തി വാതിലിൽ ചാരി നിന്നുകൊണ്ട് എന്നെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് കണ്ടതും എൻ്റെ മുറിയുടെ ഉള്ളിലേക്ക് ഏടത്തി കടന്നുകൊണ്ട് എൻ്റെ ടേബിളിൽ വെച്ചിരുന്ന വെള്ളക്കടലാസ് കയ്യിലെടുത്ത് മനസ്സിൽ വായിക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ എഴുതി അഭിനയിക്കുന്ന നാടകത്തിലെ ഒരു രംഗമായിരുന്നു അതിൽ. നന്ദനയുടെ മടിയിൽ കിടന്നുകൊണ്ട് അനിരുദ്ധൻ കിനാവ് കണ്ടു. കോളേജിലെ ഇടനാഴിയും പൂമരത്തണലും നടവഴികളും ഗുൽമോഹർ നിലം ചുവപ്പിച്ച ഒറ്റവരി പ്രണയപാതയും അവളുടെ കണ്ണിലൂടെ വീണ്ടും വീണ്ടും അവൻ കണ്ടു. മിഴി അടയുവോളം അവൻ്റെ കണ്ണിൽ അവളായിരുന്നു അവരുടെ പ്രണയ പ്രതിഫലനം. ഇനി ഒരിക്കലും തുറക്കാത്ത വിധം അനിരുദ്ധൻ്റെ കണ്ണടയുമ്പോൾ ആ ഹോസ്പിറ്റൽ മുറിയിൽ നന്ദന നിശബ്ദമായി കീണു. പ്രണയപൂർത്തീകരണം കാണാൻ കൊതിച്ചെത്തിയ ചെമ്പകപ്പൂ മണമുള്ള കാറ്റ് തിരികെ പോകുമ്പോൾ അവനോടൊപ്പം അവളുടെ പ്രാണനെയും തേരിലേറ്റിയിരുന്നു. ഏടത്തി അത് വായിച്ചുകൊണ്ട് അത്ഭുതത്തോടെ തിരിഞ്ഞ് എന്നെ നോക്കിയതും ഞാൻ കട്ടിലിൽ ചരിഞ്ഞു കിടന്നുകൊണ്ട് എന്തേ എന്ന ഭാവത്തിൽ പുരികമൊന്നുയർത്തിയതും ഏട്ടത്തി ചുമൽ കൂച്ചി ശേഷം ചിരിച്ചു പറഞ്ഞു, അജു, എന്നെ എപ്പോഴാണ് നീ നിൻ്റെ നാടകമൊന്ന് കാണിക്കുന്നത്? ഏട്ടത്തി ഒന്ന് ഫ്രീ ആയിട്ട് കൊച്ചിയിലേക്ക് വായോ, കാണിക്കാമല്ലോ. വരണം. ഏട്ടത്തി എൻ്റെ കൈയക്ഷരത്തിൽ ഒന്ന് തലോടിക്കൊണ്ട് പേപ്പർ ടേബിളിൽ തന്നെ വെച്ചുകൊണ്ട് എൻ്റെ മേശവലിപ്പ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട. ശരി. ഏട്ടത്തി ഒന്ന് ചമ്മിയപ്പോൾ ഞാൻ ചുണ്ട് കടിച്ചുകൊണ്ട് കപടദേഷ്യം അഭിനയിച്ച് ഏട്ടത്തിയെ നോക്കി ചിരിച്ചു. ഏടത്തിയും ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഞാൻ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ചായയും അച്ചപ്പവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശേഖരൻ മാമ വീട്ടിലേക്ക് വന്നു. 10 ഏക്കർ പറമ്പിൻ്റെ ആദായം മുത്തശ്ശിയെ എല്ലാ മാസവും ഏൽപ്പിക്കുന്ന ചടങ്ങാണ്. അതിപ്പോഴും മുറ തെറ്റാതെയുണ്ട്. നാടകമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല അമ്മാവ. അമ്മാവൻ ആളൊരു കലാകാരനാണ്. കഥകളിയൊക്കെയുണ്ട് കൈവശം. ഞാനും കുറേശ്ശെ പഠിക്കാൻ പോയിട്ടുണ്ട്. നാടകം തലയിൽ കയറിപ്പോയി. അതുകൊണ്ട് കഥകളി തൽക്കാലം നിർത്തി. അതിൻ്റെ പേരിൽ അമ്മാവൻ ഇത്തിരി നീരസം എന്നോടുണ്ട് താനും. ഏടത്തിയുടെ കണ്ണിലെ ആകാംക്ഷ എൻ്റെ മനസ്സിലെ നിറദീപമായി തിളങ്ങുന്നുണ്ടായിരുന്നു. പരസ്പരം പറയാതെ പറയുന്ന സുഖത്തിൽ അലിയുന്ന ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് ഞാൻ മുത്തശ്ശിയുടെ മടിയിലിരുന്ന് ദൂരദർശൻ കണ്ടുകൊണ്ടിരുന്നു. മുത്തശ്ശിയുടെ തണുത്ത വിരലുകൾ എൻ്റെ മുടിയിഴകളിൽ കോതിക്കൊണ്ടിരിക്കുമ്പോൾ ചിത്രഗീതം ഏതാണ്ട് തീരാറായിരുന്നു. പുറത്തുള്ള കുളിമുറിയിൽ കുളിയും കഴിഞ്ഞ ശേഷം മുണ്ടും നേരിയതും ഉടുത്തുകൊണ്ട് മുണ്ടും വിരിച്ചിട്ട കറുകറുത്ത മുടിയുമായി ഏട്ടത്തി അവരുടെ മുറിയിലേക്ക് നടന്നുകൊണ്ടിരുന്നു. എന്നെ ഇടം കണ്ണിട്ട് നോക്കുമ്പോൾ ഞാനും കണ്ണിറുക്കി ഒന്ന് ചിരിച്ചു. നിർമ്മലമേമ്മ ജോലിയൊക്കെ തീർത്ത് അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. പിറകിൽ നിന്നും സർപ്പസീൽക്കാരം എൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞൊന്ന് നോക്കി. എന്നെ കൈകൊണ്ട് മാടി വിളിച്ചപ്പോൾ ഞാൻ മുത്തശ്ശിയുടെ മടിയിൽ നിന്നും എണീറ്റുകൊണ്ട് അടുക്കളയിലേക്ക് പോകാനായി എണീറ്റു. മുത്തശ്ശി, വെള്ളം ദാഹിക്കുന്നു, ഇപ്പോൾ വരെ. ഞാൻ ഏടത്തിയുടെ മുറിയിലേക്ക് നടന്നപ്പോൾ ഏടത്തി മുറിയിലെ വെളിച്ചം അണച്ചുകൊണ്ട് ചുവരിൽ ചാരി നിൽപ്പായിരുന്നു.
ഞാൻ മുറിയിലേക്ക് കടന്നതും ഏടത്തി എൻ്റെ മേലെ ചാടി വീണുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അജു, ഏട്ടത്തി. ഞാനും ഏടത്തിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ താടി ഏട്ടത്തിയുടെ കഴുത്തിൽ ഉരച്ചു. ഇന്നലെ നീ എന്തിനാ എൻ്റെ മുറിയിൽ വന്നിട്ട് എൻ്റെ പാദങ്ങളിൽ വിരൽ കൊണ്ട് തൊട്ടത്, പിന്നെ കൊലുസിൽ മുത്തിയത്? ഏട്ടത്തി ഇങ്ങനൊന്നും എന്നോട് ചോദിക്കല്ലേ. നിന്റെ മേശവലിപ്പിൻ്റെ ഉള്ളിലെ ആ പൊന്നിൻ താലിമാല അതെൻ്റെ കഴുത്തിലൊന്ന് കെട്ടിക്കൂടെ? ഏട്ടത്തി എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ പാവത്തിൻ്റെ കണ്ണിൽ ഈറൻമഴ ചാറൽ ഞാൻ കണ്ടതും വിരൽ കൊണ്ട് അതിൽ തൊട്ട് മായ്ച്ചു കളയാൻ ഒരുങ്ങി. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞാനും കരഞ്ഞു പോയേനെ. ഏട്ടനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു എൻ്റെ ഏടത്തി. സ്വന്തം വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് ഏട്ടൻ്റെ ഒപ്പം ഇറങ്ങി വന്നവൾ. അവരുടെ സന്തോഷം നിറഞ്ഞ രാവുകൾ കണ്ട് അസൂയപ്പെട്ട ദൈവത്തിന് ഏട്ടനെ തിരിച്ചു വിളിക്കാൻ തോന്നിയത് എന്തിനാണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. ഏട്ടൻ്റെ ബൈക്ക് ഒരപകടത്തിൽ പെട്ടെന്നറിഞ്ഞപ്പോൾ ഭ്രാന്തിയെപ്പോലെ അലറിക്കരഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെയും കെട്ടിപ്പിടിച്ച് രാത്രി കിടക്കുമ്പോൾ പലപ്പോഴും ഉറങ്ങാതെ രാവോളം കരഞ്ഞിരുന്ന എൻ്റെ ഏടത്തിയെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഉള്ളു നിറയെ ഞാൻ പ്രണയിക്കുന്നുണ്ട്. പക്ഷേ ഏടത്തിയുടെ മനസ്സറിയാതെ മോഹിച്ചിട്ട് അവസാനം മകനെ പോലെ, കൂടെ പിറന്ന അനിയനെ പോലെ കരുതിയ ചെക്കൻ്റെ മനസ്സിലെ പ്രണയം നിഷിദ്ധമാണെന്നറിയുമ്പോൾ തന്നോടുള്ള വാത്സല്യവും നഷ്ടമാകുമോ എന്നുള്ള പേടി കൊണ്ട് പലപ്പോഴും കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ മടിച്ചിരുന്നതാണ്. പക്ഷേ ശ്രാവന്തി അവളോട് കാത്തിരിക്കാൻ പറയുന്നതിൽ ഇനി അർത്ഥമില്ല. അതെ, എന്നാണെങ്കിലുമല്ല, അവളത് തുറന്നു പറയാൻ വേണ്ടിയാണ് ഈ ഉത്സവകാലത്ത് ഒറ്റപ്പാലത്തേക്ക് വിളിപ്പിച്ചത്. പക്ഷേ ഓരോ തവണയും എൻ്റെ ഏട്ടത്തിയെ കാണുമ്പോൾ ഇനിയെന്നും തനിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും താനുണ്ടെന്നറിഞ്ഞാൽ മാത്രം മതിയെന്ന് കൊതിച്ച ഈറൻ രാവുകൾ ഇന്നിപ്പോൾ എന്നെ പുണർന്നുകൊണ്ട് കഴുത്തിലൊരു താലി കെട്ടി അവരെയും കൂട്ടിക്കൊണ്ടു പോകാൻ പറയുമ്പോൾ ഇത്രയും ഭാഗ്യം എനിക്കുണ്ടോ എന്ന് ഞാൻ സ്വയം അമ്പരന്ന് നിൽക്കുകയാണ്. അജു, ഏടത്തി, ഇഷ്ടമാണ്, ജീവനാണ് എൻ്റെ മുത്തിനെ. എൻ്റെ കവളിൽ മാറി മാറി കൊതി തീരെ മുത്തുന്ന ആവേശം കണ്ടപ്പോൾ എന്നെ ഇത്രമാത്രം ഏട്ടത്തി മോഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുകയായിരുന്നു. ഇരു കൈകൊണ്ടും ഏടത്തിയുടെ ചുമലിൽ ഞാൻ അമർത്തി പിടിച്ചപ്പോൾ ഏട്ടത്തി കഴുത്ത് പിറകിലേക്ക് ചെരിച്ചതും ഏടത്തിയുടെ മുടി കറുത്ത വള്ളിക്കാട് പോലെ ഒഴുകിക്കിടന്നു. ഞാൻ ആ മുടിയിഴകളിൽ വിരൽ കോർത്തുകൊണ്ട് ഏടത്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അജു, മുത്തശ്ശി വിളിച്ചതും എൻ്റെ മറുപടി വരുവാ മുത്തശ്ശി. ഞാൻ ഏടത്തിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഹാളിലേക്ക് നടന്നു. മുത്തശ്ശി ഞങ്ങളെ കണ്ടതും ഒന്ന് ചിരിച്ചുകൊണ്ട് എന്നെ അടുത്തേക്ക് വിളിച്ചു. ഇനി 2 ദിവസം കൂടിയല്ലേ മുത്തശ്ശിയുടെ പൊന്നിവിടെ ഉള്ളൂ. ഇതെന്തിനാ മുത്തശ്ശി ഇടയ്ക്കിടെ പറയുന്നേ? എപ്പോൾ വിളിച്ചാലും ഞാനിങ്ങ് ഓടിയെത്തില്ലേ? മുത്തശ്ശി രാത്രിയിൽ ഉറങ്ങും മുന്നേയുള്ള ചടങ്ങാണ് ഇതും പറഞ്ഞൊരു കരച്ചിൽ. ഞാൻ മുത്തശ്ശിയുടെ കൈവിരലിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് ചിരിച്ചു. മുത്തശ്ശിയുടെ രാത്രി ഭക്ഷണം പതിവ് പോലെ ഞാൻ തന്നെ സ്പൂണിൽ മുത്തശ്ശിക്ക് കോരിക്കൊടുത്തു. ഏട്ടത്തി എന്നോട് കിടക്കും മുമ്പ് മുറിയിലേക്കൊന്ന് വരാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശി അത് കേട്ട് കാണുമെന്ന് ഞാനും ഏടത്തിയും ഒരുപോലെ ഊഹിച്ചു. അജു, ഉറങ്ങിയില്ലേ മുത്തശ്ശി? എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് പിന്നെ ആരാണ്? എന്താ മുത്തശ്ശി, ഞാനില്ലേ കൂടെ? നിനക്കൊരു ജീവിതം വേണ്ടേ? ഏട്ടത്തി മറ്റൊരു വിവാഹം കഴിക്കാഞ്ഞത് എന്നെ നോക്കാനും കൂടെ വേണ്ടിയല്ലേ മുത്തശ്ശി? അപ്പോൾ പിന്നെ ഏട്ടത്തിയെ തനിച്ചാക്കി എനിക്കൊരു വിവാഹമൊന്നും വേണ്ട. അജു, മുത്തശ്ശി സമ്മതിച്ച ഏട്ടത്തിയെ ഞാൻ. മുത്തശ്ശി നിറ കണ്ണുകളോടെ എന്നെ തൊഴുതു. അജു, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ? ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു താലിയും കൊണ്ടാണ് വന്നത്. ഏട്ടത്തിക്ക് സമ്മതമാണ്. ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ അനുവാദവും അനുഗ്രഹവും മാത്രം മതി. മുത്തശ്ശി എന്നെ നെറുകയിൽ മുത്തം തന്നിട്ട് പറഞ്ഞു. ശിവൻ പോയപ്പോൾ നെഞ്ചു പൊട്ടി ഒരുപാട് കരഞ്ഞവളാണവൾ. ഒരിട്ട് ചോറ് പോലും കഴിക്കാതെ കഴിഞ്ഞവൾ. അവൾ ചാവാതെ ഇരുന്നത് പോലും നിനക്ക് വേണ്ടിയാകണം. എനിക്കറിയാം മുത്തശ്ശി,
ഞാൻ എൻ്റെ പ്രാണനെ പോലെ ഏട്ടത്തിയെ നോക്കിക്കൊള്ളാം. മുത്തശ്ശിയുടെ അനുഗ്രഹം കിട്ടിയ മാത്രയിൽ ഞാൻ മുത്തശ്ശിക്ക് വിരിപ്പും വിരിച്ചിട്ട് അവരെ കിടക്കാനായി പറഞ്ഞു. പുതപ്പും പുതപ്പിച്ചപ്പോൾ എന്നെ നോക്കി പറഞ്ഞു, എൻ്റെ മോളുടെ അടുത്തേക്ക് പോവാണോ നീ ഇപ്പോൾ? സംസാരിച്ചിട്ട് വരാം, മുത്തശ്ശി ഉറങ്ങിക്കോ. ശരി. ഞാൻ ഏടത്തിയുടെ മുറിയിൽ ചെല്ലുമ്പോൾ മുടി ഒരു വശത്തേക്ക് വിരിച്ചിട്ടുകൊണ്ട് കട്ടിലിൽ കാല് നീട്ടി ഇരിപ്പായിരുന്നു എൻ്റെ ഏടത്തി. 5.5 അടിയിലും കൂടുതലുള്ള ആ സൗഗന്ധിക പുഷ്പത്തിൻ്റെ കാലിലെ വള്ളികൾ പോലെ സ്വർണ്ണപാദസരം ഞാനൊന്ന് തൊട്ടപ്പോൾ കയ്യിലെ മാഗസിനിൽ നിന്നും നോട്ടം എൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. മുത്തശ്ശി സമ്മതിച്ചു. അജു, ഞാൻ മുറിയുടെ കൊളുത്തിട്ടപ്പോൾ ഏട്ടത്തി അത്ഭുതത്തോടെ എന്നെ നോക്കി. ഇത്രയും നാളും തനിച്ച് കിടന്നില്ലേ, ഇനി മതി. ഏട്ടത്തിയുടെ കാൽപാദം ഞാൻ പതിയെ ഒന്ന് തൊട്ടുകൊണ്ട് മേലേക്കൊഴിഞ്ഞു. അജു. ഞാൻ എൻ്റെ മുഖം കുനിച്ചുകൊണ്ട് ഏടത്തിയുടെ സ്വർണ്ണ കൊലുസിൽ പതിയെ ഒന്ന് ചുണ്ടു ചേർത്തു. ഏടത്തിയുടെ റോസ് നിറമുള്ള പെരുവിരലിനെ ഞാൻ തൊടുമ്പോൾ ഏട്ടത്തി കാലൊന്ന് പിറകിലേക്ക് വലിച്ചതും ഏട്ടത്തി എന്നെ നോക്കി ചിരിച്ചു. അജു, വേണ്ട. അയ്യടാ. ഞാൻ പതിയെ ഏടത്തിയുടെ പട്ടുപോലെയുള്ള കാൽപാദം പിടിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. ഏടത്തി വീണ്ടും ചിരിച്ചുകൊണ്ട് എന്നെ വേണ്ട അജു എന്ന് പറയുമ്പോഴും അതിൻ്റെ ശക്തി വളരെ കുറവാണെന്ന് ഞാനും അറിഞ്ഞു. കാൽപാദങ്ങളിൽ എൻ്റെ വിരൽ ഉരസി നടന്നു. പച്ചമാങ്ങ കടിക്കുന്ന പോലെ ഏടത്തിയുടെ കാലിൽ ഞാൻ പയ്യെ കടിച്ചു. കണ്ണെഴുതിയ ഏടത്തിയുടെ കണ്ണിൽ സന്തോഷം കൊണ്ട് കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ഏടത്തിയുടെ അരികിൽ ഞാനും ചരിഞ്ഞു കിടന്നുകൊണ്ട് ഏടത്തിയെ ചുറ്റിപ്പിടിച്ചു. ഞാൻ ഇരു കൈകൊണ്ട് ഏടത്തിയെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഏടത്തിയുടെ അഴിഞ്ഞു വീണ കേശഭാരം പട്ടുപോലെ കിടന്നു. ആ മിനുസമുള്ള മുടിയിഴകളിൽ ഞാൻ തലോടിക്കൊണ്ട് ഏടത്തി എന്ന് വിളിച്ചു. അജു, എനിക്ക് നിന്നെ വേണം. വേറെ ആർക്കും നിന്നെ വിട്ടുകൊടുക്കാൻ വയ്യ മോനെ. എനിക്ക് നിന്നെ ഈ ജന്മം മുഴുവനും കൊതി തീരെ സ്നേഹിച്ച് നിന്റെ നെഞ്ചിൽ കിടന്നുറങ്ങണം. ഏട്ടത്തി എൻ്റെ പ്രണയം സ്വീകരിക്കുമോ എന്ന ഭയമായിരുന്നു. നിഷിദ്ധമല്ലേ ഏട്ടത്തി? പാപമല്ലേ? അമ്മയുടെ സ്ഥാനമല്ലേ ഏട്ടത്തിക്ക്? ദൈവങ്ങൾ എന്നോട് പൊറുക്കുമോ? എന്താണ് നിഷിദ്ധം? പ്രണയത്തിന് അങ്ങനെ ഒരു അതിർവരമ്പുണ്ടോ അജു? സത്യത്തിൽ എനിക്ക് നീ നഷ്ടമാകുമോ എന്ന പേടിയായിരുന്നു. പലപ്പോഴും നീ ഇങ്ങോട്ടേക്ക് വരാതെ ഞാൻ എത്ര കൊതിച്ചായിരുന്നു നിന്റെ ആ വിളിക്കായി. ഏട്ടത്തി, എനിക്കെൻ്റെ ഏട്ടത്തിയെ തനിച്ച് നോവാൻ വിട്ടിട്ട് മറ്റൊരു ജീവിതമൊന്നും വേണ്ട. എനിക്ക് വേണം ഈ ജന്മം മുഴുവനും. എൻ്റെ ഏട്ടനും ഏട്ടത്തിയെ തനിച്ച് നോവുന്നത് കാണുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകും അല്ലേ? ഏട്ടത്തിയുടെ മനസ്സ് നിറഞ്ഞ ചിരി എനിക്ക് കാണണം. ഏട്ടത്തിയുടെ മുഖം ആകെ ചുവന്നു തുടുത്തിരുന്നു. കരിമിഴികൾ നിറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ കൈക്കുമ്പിളിൽ ഏട്ടത്തിയുടെ മുഖം കോരിയെടുത്തു. ഞങ്ങൾ പരസ്പരം ഇമ വെട്ടാതെ കുറേ നേരം നോക്കി നിന്നു. ഈ സ്റ്റോറിയുടെ ഇടയ്ക്ക് ഇപ്പോൾ വരുന്നൊരു പോർഷൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്ത് ആ പോർഷൻ കേൾക്കുക. എന്നിട്ട് ഈ സ്റ്റോറി ബാക്കി ഇപ്പോൾ തുടർന്ന് കേൾക്കുക. ഏട്ടത്തിയുമായി അല്പനേരം റൊമാൻസിന് ശേഷം ഞാനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു, നമുക്കൊരു കുഞ്ഞിക്കാൽ ഉടനെ വേണ്ടേ ഏട്ടത്തി? അയ്യടാ, എനിക്ക് ഇനിയും നിന്നെ പ്രേമിച്ച് മതിയായിട്ടില്ല. ഇച്ചിരി കൂടെ കഴിഞ്ഞു മതി. ഏട്ടത്തിയുടെ ഇഷ്ടം. പിറ്റേന്ന് അതിരാവിലെ മുത്തശ്ശി ഏട്ടത്തിയെ ഉണർത്താൻ വിളിക്കാൻ ചെല്ലുമ്പോൾ ഏട്ടത്തി തളർന്നുറങ്ങുകയായിരുന്നു. മുത്തശ്ശിക്ക് കാര്യം ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ ഭയക്കാതിരുന്നില്ല. കാലത്ത് ഞാൻ മുത്തശ്ശിയെ കണ്ടപ്പോൾ അവരുടെ ചിരിയിൽ എന്തോ പന്തികേട് എനിക്കറിയാനും കഴിഞ്ഞു. ശേഖരൻ അമ്മാവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ മുത്തശ്ശി ധാരാളമായിരുന്നു. 1996 ജനുവരി 1 നല്ല മുഹൂർത്തമാണെന്ന് അമ്മാവനും പറഞ്ഞതിന് പ്രകാരം കല്യാണവും ഉറപ്പിച്ചു. മനസ്സിൽ അപ്പോഴും ശ്രാവന്തിയോട് ഇത്രയും നാൾ കാത്തിരിക്കാൻ പറഞ്ഞതിൽ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു.
ശിവൻ്റെ അമ്പലത്തിൽ വെച്ച് ഞാൻ യാമിനിയുടെ കഴുത്തിൽ താലി ചേർത്തി. കല്യാണം പാർവതിയുടെ നടയിലും തൊഴുമ്പോൾ ഏട്ടത്തി സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. തിരിച്ചു നടക്കുമ്പോൾ ശ്രാവന്തി അമ്പലമുറ്റത്തുണ്ടായിരുന്നു. അവൾ ഏട്ടത്തിയെ നോക്കി ചിരിച്ചപ്പോൾ ഞാനും ഒന്ന് അത്ഭുതപ്പെട്ടു. ഇനി ഇവർ തമ്മിൽ അറിയുമോ എന്നും ആലോചിച്ചു. അതെ, ശ്രാവന്തി എനിക്ക് നല്ലപോലെ അറിയാം. ഞങ്ങൾ മിക്കപ്പോഴും അമ്പലത്തിൽ വെച്ച് കാണാറുണ്ട്. അവൾ കാരണമാണ് എനിക്ക് നിന്നെ ഇത്ര വേഗം കിട്ടിയത്. ഏട്ടത്തി എൻ്റെ ഇടം കൈ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ശ്രാവന്തി എന്നെ നോക്കി ചിരിച്ചു. അത് ശരി, അപ്പോൾ എല്ലാവരും ചേർന്ന് എന്നെ? പിന്നല്ലാതെ, നിന്നെ കാത്ത് ഏട്ടത്തി കഴിയുമ്പോൾ ഞാൻ എന്തിനാ? പക്ഷേ നീയെങ്ങാനും എനിക്ക് എസ് തരുമോ എന്ന് പേടി എനിക്കുണ്ടായിരുന്നു. ഛീ, പോടി കുറുമ്പി. ശ്രാവന്തിയുടെ മുന്നിൽ വെച്ച് യാമിനിയുടെ നെറ്റിയിൽ ഞാൻ തൊട്ട ചുവന്ന സിന്ദൂരത്തിന് മേലെ എൻ്റെ ചുണ്ട് പതിയെ അമർത്തി. ഇപ്പം എങ്ങനെയുണ്ട്? ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുമൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.